ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ BJP പ്രഖ്യാപിച്ചു. BJP പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. മനു ഭരത്ത അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. മനു ചേരുന്നുണ്ട്. മനു, അങ്ങനെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു, വിശദാംശങ്ങൾ. ആര്യ, BJPയുടെ പാർലമെന്റ് ബോർഡ് ചേരുകയും തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തത്. നേരത്തെ BJP ഈ തീരുമാനം എടുക്കാൻ BJPയും അതുപോലെ സഖ്യകക്ഷികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും JP നദ്ദയെയും ചുമതലപ്പെടുത്തിയിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് CP രാധാകൃഷ്ണനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. CP രാധാകൃഷ്ണൻ BJP സംബന്ധിച്ചിടത്തോളം 16 വയസ്സ് മുതൽ RSS പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്ത് ചില മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അത് 1998 കോയമ്പത്തൂരിൽ BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം ജയിച്ചു. അന്ന് DMKയുടെ KR സുബ്രഹ്മണ്യനെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കോയമ്പത്തൂരിൽ ജയിച്ചത്. തുടർന്ന് അടുത്ത വർഷം 99 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും CPIയുടെ നല്ലകുന്നിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CP രാധാകൃഷ്ണൻ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. പിന്നീട് 2004-ലും 2014-ലും 2019-ലും പക്ഷേ ആ വിജയം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തുടർന്നാണ് ഗവർണറായി ജാർഖണ്ഡിലേക്ക് അദ്ദേഹം നിയമിതനാകുന്നത്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ജാർഖണ്ഡ് ഗവർണറായി CP രാധാകൃഷ്ണൻ സേവനം അനുഷ്ഠിച്ചു. തുടർന്ന് തെലങ്കാന ഗവർണറായും അതുപോലെ പുതുച്ചേരി ഗവർണർ ചുമതലയും ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുമ്പ് ഈ തമിഴിസൈ സൗന്ദരരാജൻ അവിടുന്ന് BJP നേതാവ് രാജിവെച്ചൊരു ഘട്ടത്തിലാണ് തെലങ്കാനയുടെയും അതുപോലെ ലഫ്റ്റനന്റ് ഗവർണർ പുതുച്ചേരിയുടെയും ഒക്കെ ചുമതല അദ്ദേഹത്തിന് വഹിക്കേണ്ടിയതും വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2024 അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറായി ചുമതല ഏൽക്കുന്നത്. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറായി ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ തേടി ഈ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം എത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന തികഞ്ഞ ആത്മവിശ്വാസം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ നേട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കോയമ്പത്തൂരിൽ ഒരു ഘട്ടത്തിൽ ഈ ബോംബ് സ്ഫോടന പരമ്പര നടന്ന ഒരു സാഹചര്യം 1998 ഉണ്ടായിരുന്നു. തുടർന്ന് വർഗീയ സംഘർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണ പരമ്പരയും ഒക്കെ കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ് സീരീസ് അന്ന് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് 1,50,000-ലധികം വോട്ടുകളോടുകൂടി CP രാധാകൃഷ്ണൻ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് അവിടെ തമിഴ്നാട്ടിൽ DMKയും അതുപോലെ DMK 2004 BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു, NDA അലയൻസിൽ നിന്ന് പുറത്തു പോകുന്നു, AIDMK വരുന്നു. അങ്ങനെ തുടങ്ങിയ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ BJPയുടെ ഇലക്ട്രൽ പ്രോസ്പെക്ട്സിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയെ ചെറുതായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് 2004 അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പാർലമെന്ററി ഡെലിഗേഷന്റെ ഭാഗമാകാൻ 2004 CP രാധാകൃഷ്ണൻ കഴിഞ്ഞു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. UN ജനറൽ അസംബ്ലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യവും 2003 ഉണ്ടായി. അതിൽ പ്രധാനമായും ഈ മാനുഷിക പ്രവർത്തനങ്ങളെയും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളെയും ഒക്കെ സംബന്ധിച്ച് ഉള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ സംസാരിക്കുകയും ചെയ്തു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2004 മുതൽ 2007 വരെ അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു. 93 ദിവസത്തെ ഒരു വലിയ രഥയാത്ര അവിടെ അന്ന് തമിഴ്നാട്ടിൽ നടക്കുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഉയരുകയും ചെയ്തു. കേരളത്തോട് വലിയ അടുത്ത ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പലപ്പോഴും കേരളം സന്ദർശിക്കുകയും കേരളത്തിലെ നേതാക്കളുമായൊക്കെ ഇടപഴകുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രഭാരി എന്ന തരത്തിൽ BJPയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല അത് പുറത്തുനിന്നുള്ള സംസ്ഥാനത്തു നിന്നുള്ള ഒരു പ്രഭാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ചുമതലകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള CP രാധാകൃഷ്ണന് മലയാളവും സംസാരിക്കാൻ
കഴിയുന്നു. അദ്ദേഹം തിരുപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് കുറച്ചൊക്കെ മലയാളം സംസാരിക്കാൻ കഴിയുന്നു എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമായി നോക്കണം. ഏതായാലും 93 ദിവസത്തെ ഒരു പ്രധാന രഥയാത്ര അദ്ദേഹം തമിഴ്നാട്ടിലൂടെ സംഘടിപ്പിക്കുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള ഒരു രഥയാത്ര സംഘടിപ്പിക്കുന്നു. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP നേതാവ് എന്ന നിലയിൽ ശക്തൻ ആയി അടയാളപ്പെടുത്താൻ CP രാധാകൃഷ്ണന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. 2012 അദ്ദേഹം അറസ്റ്റ് വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ RSS നേരെ നടന്ന ചില ആക്രമണങ്ങളിൽ അവിടെ മേട്ടുപ്പാളയത്ത് വെച്ച് അതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്ങനെ അറസ്റ്റ് വരിക്കുന്നു. അങ്ങനെ BJPയുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ വലിയ ചുമതലകൾ ഏറ്റെടുക്കുകയും അത് പലതും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത ഒരു നേതാവ് എന്ന നിലയിൽ CP രാധാകൃഷ്ണന്റെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ അദ്ദേഹം ഗവർണറായിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരികയും ഈ സോറൻ സർക്കാരിനെതിരെ ചില നിയമ നടപടികളൊക്കെ വരുമ്പോഴും ഒരു ഗവർണർ എന്ന നിലയിൽ BJPയുടെ താല്പര്യങ്ങൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുന്നതിൽ കാണിച്ച ഒരു മികവ് അത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്ക് നൽകുന്ന ഒരു വലിയ ഒരു അംഗീകാരം കൂടിയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓൾ ഇന്ത്യ സ്ക്വയർ ബോർഡ് അദ്ദേഹം നോക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടർ PSU പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പാർലമെന്ററി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. അങ്ങനെ BJP സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു പദവികൾ അലങ്കരിച്ച വ്യക്തി എന്ന നിലയിൽ അനുഭവ സമ്പത്തിന്റെ വലിയ ഒരു നേട്ടം അദ്ദേഹത്തിന് എടുത്തു പറയാനുണ്ട്. അതോടൊപ്പം BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് രാഷ്ട്രീയ കാര്യകാരിണി അദ്ദേഹം അംഗമായിരുന്നു. BJPയുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജനങ്ങളോടുള്ള ഇടപെടാനുള്ള ഒരു മികവും ഒക്കെ എല്ലാ കാലത്തും BJPക്ക് വലിയ ഗുണം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ CP രാധാകൃഷ്ണൻ BJP ഇങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ദക്ഷിണേന്ത്യയിൽ ഓപ്പറേഷൻ താമര എന്ന BJPയുടെ വലിയ പദ്ധതികൾ കൂടി അത് ഒരു വലിയ ബലം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നിന്ന് വലിയ പരിഗണന നൽകുന്നു എന്ന ഒരു വാദം കൂടി ഉയർത്താൻ CP രാധാകൃഷ്ണന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും. BJPക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നേതാക്കളിൽ ഏറ്റവും മികച്ച ആളിനെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അവകാശപ്പെടാനും കഴിയും ഈ സാഹചര്യം. മനു, ഇപ്പോൾ നമുക്കറിയാം ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത പദവി ഒഴിയലിലൂടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ വിടവിലേക്ക് BJP അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവിനെ തന്നെ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം കൂടി നമ്മൾ പരിശോധിച്ചാൽ തെക്കേ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ നൽകുന്ന ഒരു പരിഗണന, പ്രാധാന്യം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം എത്രത്തോളം പ്രാധാന്യത്തോടെ തെക്കേ ഇന്ത്യയെ കാണുന്നു എന്നതിനെയൊക്കെ ഒരു സൂചനയായി നമുക്ക് CP രാധാകൃഷ്ണന്റെ പേര് മുന്നോട്ട് വെക്കുന്നതിനെ ആ തരത്തിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, അല്ലേ? അതെ, അത് വളരെ കൃത്യമാണ്. കാരണം ഇനി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ തന്നെ നേരിട്ടെത്തി അവിടെ ചില ചർച്ചകൾ നടത്തുന്നു. AIDMK വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി ഇനി ഒരു പുതിയ മുന്നണി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവിടെ ശക്തി പ്രാപിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് CP രാധാകൃഷ്ണൻ വരുന്നത്. മറ്റൊന്ന് ആര്യ സൂചിപ്പിച്ചതുപോലെ ജഗ്ദീപ് ധൻഖർ പല രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്ന കോൺഗ്രസും അതുപോലെ ഉള്ള പാർട്ടികളിൽ നിന്ന് മാറി അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ആ നിലയ്ക്ക് ഉള്ള ഒരു പ്രസക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പാർട്ടികൾ മാറിയാണ് BJPയിൽ എത്തുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലായി BJPയുടെ ചില താല്പര്യങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചില താല്പര്യങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല എന്നൊരു ആരോപണം പാർട്ടിക്കകത്ത് ശക്തമായി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ BJP നേതൃത്വവുമായി വലിയ വിയോജിപ്പുകളോടുകൂടിയാണ് ധൻഖർ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന വലിയൊരു കാര്യം ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവിടെ ഒരു BJP കൃത്യമായ ഒരു BJP ബന്ധമുള്ള അല്ലെങ്കിൽ സംഘ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ദീർഘകാല സംഘപ്രവർത്തനത്തിനൊക്കെ ഭാഗഭാക്കായിരുന്ന ഒരു നേതാവ് ആയിരിക്കണം ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ വരേണ്ടത് എന്നൊരു ചർച്ച വളരെ സജീവമായിരുന്നു. കാരണം ജഗ്ദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംപീച്ച്മെന്റ് നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ യശ്വന്തുമായി ബന്ധപ്പെട്ട ഒരു യശ്വന്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് BJPയിൽ വരുന്നത്. അപ്പൊ ഇംപീച്ച്മെന്റ് നടപടികൾ പ്രതിപക്ഷത്തിന്റെ താല്പര്യം മാത്രം കണക്കിലെടുത്ത് നീങ്ങി എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം നിലനിന്നിരുന്നു. അപ്പോൾ BJP അതുപോലെ തന്നെ
ഭരണപക്ഷത്തെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു കോമൺ പ്രമേയം കൊണ്ടുവന്ന് അതിൽ ചർച്ച നടത്താം എന്നൊക്കെയുള്ള ധാരണകളുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് ഉപരാഷ്ട്രപതി അതിൽ വേണ്ടത്ര ഒരു പിന്തുണ BJP താല്പര്യങ്ങൾക്ക് നൽകിയില്ല എന്നൊരു ആക്ഷേപം ഒരു വശത്തുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തേക്കോ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുനിന്ന്. അങ്ങനെ ഏതായാലും BJPയുടെ വലിയ ഒരു ആശയ അടിത്തറ അത്രത്തോളം ധൻഖറിന് ഉണ്ടായിരുന്നില്ല എന്ന സംശയമുണ്ടായിരുന്നു. മാത്രമല്ല കൃഷിമന്ത്രി അദ്ദേഹം വേദിയിലിരുത്തി ഒരു തവണ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കർഷക സമരത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ BJPയെ പ്രതിരോധത്തിലാക്കി. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ പാർട്ടിക്ക് പൂർണ്ണമായി വിധേയനല്ലാത്ത ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധി BJPക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും JP നദ്ദയും യോജിച്ചൊരു തീരുമാനമെടുക്കണം എന്നാണ് NDA ഘടകകക്ഷികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ യോഗത്തിൽ പല പേരുകൾ ഉയർന്നു വന്ന് CP രാധാകൃഷ്ണന്റെ പേര് വന്നു എന്നത് BJP ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി സൂചിപ്പിച്ച